KSRTC ബസ്സിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിൽ കൊട്ടിയം മൈലക്കാട് സ്വദേശിയായ സുനിലിനെ പോലീസ് പിടികൂടിയത് ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നഗ്നതാ പ്രദർശന ദൃശ്യം ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലും ടെലിവിഷനുകളിലും പ്രചരിച്ചിരുന്നു. ഇതോടെ പ്രതിയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. സമീപവാസികൾ സുനിലിന്റെ മൈലക്കാട്ടെ വീട്ടിലെത്തി ബഹളം വച്ചു. എന്നാൽ താനല്ല വീഡിയോയിൽ ഉള്ളതെന്ന് സുനിൽ പറഞ്ഞു. നാട്ടുകാർ മടങ്ങിയതിന് പിന്നാലെ ഇയാൾ മുങ്ങുകയും ചെയ്തു. ഇത്തിക്കര പാലത്തിന് അടുത്തുനിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഒളിവിൽ പോയ ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇയാളുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യുവതി കൊല്ലം ഈസ്റ്റ് പോലീസിന് എല്ലാ വിവരങ്ങളും ദൃശ്യങ്ങളും കൈമാറിയിരുന്നു. തിങ്കളാഴ്ച രാത്രി 10:50-നായിരുന്നു സംഭവം. കൊല്ലം സ്വദേശിയായ യുവതി PSC പരീക്ഷയ്ക്കുള്ള കമ്പൈൻ സ്റ്റഡിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങാനായി കൊട്ടിയം ജംഗ്ഷനിൽ നിന്നും മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി. ബസ് മേവറം എത്തിയതോടെ എതിർവശത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന സുനിൽ തുടർച്ചയായി മുഷ്ടി മൈഥുനം നടത്തി യുവതിയെ പ്രകോപിപ്പിച്ചു. ഇത് യുവതി മൊബൈലിൽ പകർത്തി. മുന്നിൽ നിന്ന് മൂന്നാമത്തെ സീറ്റിലാണ് യുവതി ഇരുന്നത്. യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും സുനിൽ മുഷ്ടി മൈഥുനം തുടർന്നു. യുവതിക്ക് പിന്നാലെ മൈലക്കാട് സ്വദേശിയായ പ്രതിയും കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങിയിരുന്നു. പിന്നീട് യുവതിയെ ശല്യം ചെയ്യാനും ഇയാൾ ശ്രമിച്ചു. അപ്പോഴാണ് യുവതിയുടെ സഹോദരൻ യുവതിയെ വിളിക്കാൻ എത്തിയത്. തുടർന്ന് ഇയാൾ സ്ഥലം വിട്ടു. ഇന്നലെ രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് യുവതി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയത്. വീട്ടിലെത്തി ബഹളം വച്ചവരോട് താനല്ല വീഡിയോയിലുള്ളതെന്ന് പല ആവർത്തി സുനിൽ പറഞ്ഞിരുന്നു. പിന്നീടാണ് സ്ഥലം വിട്ടത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ എങ്ങനെയും സ്ഥലം വിടാൻ ഇയാൾ ആഗ്രഹിച്ചു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് സുനിൽ അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.